കുഞ്ഞുമ്മ ബാക്കിലിരുന്നിട്ട്. കുഞ്ഞുമ്മേൻ്റെ കൈ സർജറി ചെയ്തിട്ടുണ്ടായതാണ്. ആ കൈയിനും കൂടി പിടിച്ച് വലിച്ച് ഒരു പുഷ് ചെയ്തു ബാക്കിലോട്ട്. കുഞ്ഞുമ്മ കാസർഗോഡ് കുമ്പള ആരിക്കാടി ടോൾ ബൂത്തിൽ ഇന്നലെ കുടുംബത്തോടൊപ്പം സഞ്ചരിക്കുകയായിരുന്ന യുവാവിനെ പോലീസ് മർദ്ദിച്ചത് ഏറെ വിവാദമായിരുന്നു. അതിൽ ആലൂർ സ്വദേശി മുഹമ്മദ് റിയാസാണ് കുടുംബത്തോടൊപ്പം സഞ്ചരിച്ചത്. റിയാസ് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ഇന്നലെ പ്രധാനമായി എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ ഞാൻ എൻ്റെ ഫാമിലി, അതായത് എൻ്റെ ഉപ്പയുടെ സിസ്റ്ററിൻ്റെ 2 പെൺമക്കളും കൂടി ഉള്ളാൾ ദർഗയിൽ പോയിട്ടുണ്ടായിരുന്നു. പോയി തിരിച്ച് വരുന്ന വഴിയായിരുന്നു. ഒരു അറൗണ്ട് ഒരു 5:30, 6 o'clock ആയിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ടോൾ ബൂത്തിൽ ഒരു പ്രശ്നമില്ല. പോയി തിരിച്ച് വരുന്ന സമയത്ത് എനിക്കൊന്നും അറിയില്ല എന്താണ് അവിടെ നടക്കുന്നത്. എൻ്റെ ഫ്രണ്ടിലൊരു KSRTC ബസ് പോകുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ നമ്മൾ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി ബാക്ക് ടു ബാക്ക് പിടിച്ചിട്ടാണ് വരുന്നത്. എന്നെ ടോൾ കട്ട് ചെയ്തിട്ട് ഈ ബാരിയർ പൊങ്ങി നിൽക്കണമല്ലോ, ആ പൊങ്ങി നിന്നിട്ടുണ്ട്. ഞാൻ വണ്ടി മൂവ് ആകുന്ന സമയത്ത് വണ്ടിയിൽ ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഈ ബാരിയർ വീഴുന്ന സമയത്ത് എൻ്റെ കോ പാസഞ്ചർ സീറ്റിൽ എൻ്റെ കുഞ്ഞുമ്മയുടെ മകളും അവളെ കുഞ്ഞും ഇരിക്കുന്നുണ്ട്. അവിടെ കുഞ്ഞിരിക്കുന്ന സമയത്ത് കുഞ്ഞിക്ക് ഡയറക്റ്റ് കാണുമ്പോൾ കുഞ്ഞ് പാനിക്കായിട്ട് കരയാൻ തുടങ്ങി. കരയുന്ന സമയത്ത് ഞാൻ അവിടെ ഇരിക്കുന്ന ടോൾ ഏജൻറ്റിനോട് ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ എൻ്റെ ടോൾ കട്ട് ചെയ്തിട്ടും നിങ്ങളെങ്ങനെയാണ് എൻ്റെ ഇതിലേക്ക് വീഴാമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ഹിന്ദിയിൽ എന്നോട് എന്തൊക്കെയോ പറയുന്നു. എനിക്ക് ആണെങ്കിൽ അത്ര മനസ്സിലായില്ല അയാൾ എന്താ പറയുന്നതെന്നുള്ള. വണ്ടി എടുത്തിട്ട് പോകുന്നുള്ള ആക്ഷനിലാണ് അയാൾ പറയുന്നത്. പിന്നെ ഒരാളും കൂടി ജോയിൻ ചെയ്തിട്ട് അയാളും പറയുന്നു ഈ വണ്ടി എടുത്ത് പോകുന്നു. വിത്തിൻ സെക്കൻഡ്സ് പോലീസ് വന്നു. നീ എന്താ അവിടെ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇഷ്യൂ ഒന്നും. എൻ്റെ ഇഷ്യൂ ഒന്നും കേൾക്കാൻ അവർ തയ്യാറാവുന്നേ ഇല്ല. എന്നോട് പറയാണ്, നീ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് പോകുന്നല്ല, വണ്ടി എടുത്ത് പോടോ എന്നാണ് പറയുന്നുള്ളത്. അതിൻ്റെ ഇടയിൽ കുറച്ച് കഴിഞ്ഞ് CI വന്നിട്ട് നീ ആരാടെ രാജാവാണ് ഇവിടെ ബ്ലോക്ക് ചെയ്ത് നിൽക്കാൻ, വണ്ടി എടുത്തിട്ട് പോടോ എന്ന് പറഞ്ഞു. എൻ്റെ ഡോറ് ലോക്കായിരുന്നു. ഡോറ് കൈയിട്ട് അയാൾ ഓപ്പൺ ചെയ്തു, സീറ്റ് ബെൽറ്റ് ഇത് ചെയ്തു. എന്നിട്ട് എന്നെ ഡ്രാഗ് ചെയ്തിട്ട് കൊണ്ടുപോയതാണ് പുറത്തോട്ട്. കൊണ്ടുപോകുന്ന സമയത്ത് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് എൻ്റെ കുഞ്ഞുമ്മ ബാക്കിലിരുന്നിട്ട്. കുഞ്ഞുമ്മേൻ്റെ കൈ സർജറി ചെയ്തിട്ടുണ്ടായതാണ്. ആ കൈയിനും കൂടി പിടിച്ച് വലിച്ച് ഒരു പുഷ് ചെയ്തു ബാക്കിലോട്ട്. കുഞ്ഞുമ്മക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് അതിൽ. പിന്നെ എൻ്റെ കൈയാണെങ്കിൽ സ്റ്റിയറിങ്ങിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റിയറിങ്ങിൽ നിന്ന് എൻ്റെ കൈ വലിച്ചെടുക്കുന്ന സമയത്ത് എൻ്റെ കൈ നല്ല ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതാണ് അവിടുന്ന് ഉണ്ടായ സംഭവം. എന്നിട്ട് എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവർ പറയാ, നീ AC കാറിൽ വന്നിട്ട് നമ്മളെ പ്രശ്നങ്ങളൊന്നും നിനക്കറിയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കിങ്ങനെ ന്യൂസൻസ് പ്രോബ്ലംസ് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നാണ് എന്നോട് ചോദിക്കുന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ടാക്സ് അടിച്ചിട്ടാണ് ഞാൻ പോകുന്നുള്ളത്, ഞാൻ എൻ്റെ പൈസ കൊടുത്തിട്ട് ഞാൻ വണ്ടി വാങ്ങിച്ചിട്ടുള്ളത്, അതിൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ, ഞാനിതിൽ ഫാസ്റ്റാഗും പേ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും പോലീസുകാർക്ക് എന്താണ് എൻ്റെ പ്രശ്നമെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അവർ പിന്നെയും പറയും നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ്, ടോൾ ബൂത്തിൽ പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവൻ്റെ കുഞ്ഞുമാനെ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നുള്ളത്. ഈ തൂക്കി എടുത്ത് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ വാൻ വരെ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം എന്താ സംഭവിച്ചത്? വാനിൽ കയറിയിട്ട് അവർ അവിടുന്ന് പറയാം, നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുമാതിരി എന്താ പറയുക, ഒരു ക്രിമിനലിനെ പോലെ എന്നോട് സംസാരിക്കും. ഇതുവരെയായിട്ട് എനിക്ക് പോലീസിലൊരു കേസോ ബാക്കിയുള്ള അങ്ങനെയുള്ള ആക്ടിവിറ്റീസോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ മേലെ ഇങ്ങനെ ഒരു അലിഗേഷൻ വെറുതെ അവർ പറയും, നിങ്ങൾ മൂലമാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത്, നമ്മളിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. കുഞ്ഞുമ്മേനോട് എന്തൊക്കെയോ അവർ അതിനകത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ പോലീസിനോട് എനിക്ക് ഫസ്റ്റ് എയ്ഡ് ഞാൻ ആവശ്യപ്പെട്ടു. ഫസ്റ്റ് എയ്ഡ് പോലും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന്. അതായത് എനിക്ക് ആ സമയത്ത് തലകറക്കം, ഇവർ പിടിച്ച് വലിച്ചെടുത്തതിൽ തലകറക്കം ഉണ്ടായിരുന്നു. പിന്നെ കൈയൊക്കെ ഒന്ന് സ്ക്രാച്ചും അതൊക്കെ ആയിട്ട് മുട്ടിയതിൻ്റെ ഇതൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോലീസിനോട് ഞാൻ പറയുന്നുണ്ട്, അവിടെ കാറിൽ എൻ്റെ 2 പെങ്ങന്മാർ അവരാണ് ഉള്ളത്. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. 2 പെൺപിള്ളേരാണ്. ആ ഒരു വൈകുന്നേരം 6 മണി എന്ന് പറയുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇരുട്ടായുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളാകെ പാനിക്കായി. ഇവർ പോലീസാണെങ്കിൽ ഒന്നും സമ്മതിക്കുന്നില്ല നമ്മളെ. പോലീസ് പറയുക, നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയ പ്രശ്നമാണ്, നിങ്ങൾ അനുഭവിച്ചോ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നുള്ളത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേഷനിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഫോർമാലിറ്റീസ് കഴിഞ്ഞ് നമ്മൾ വിട്ടതാണ്. ഏകദേശം എത്ര സമയം നിങ്ങൾ സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വരും? നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കുഞ്ഞുമ്മ വരെ ഉണ്ടായിരുന്നില്ലേ? ഒരു നിയർലി 1.5 hours വെയിറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് തോന്നുന്നത് ടോട്ടൽ ഇതായിട്ട്. ആ സമയം തൊട്ട് അവർ ഈ പെങ്ങന്മാർ അവിടെ പുറത്ത് വെയിറ്റിങ്ങിലാണ്. അതായത്
ടോൾ ബൂത്തിൽ ആരുമില്ലാതെയാണ് വെയിറ്റ് ചെയ്യുന്നുള്ളവർ. ഈ കുഞ്ഞിന് പിടിച്ച്, ചെറിയ കുഞ്ഞ് 6 മാസമാണ് കുഞ്ഞിന് പ്രായമുള്ളത്. ഈ കുഞ്ഞിൻ്റെ ഇതിലേക്ക് വീണതിനാണ് ഞാൻ ചോദ്യം ചെയ്തത്. ഞാൻ ടോൾ അടുക്കില്ല എന്നൊന്നും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ടോൾ എൻ്റെ നിന്ന് ഓട്ടോമാറ്റിക്കലി കട്ടായിട്ടുണ്ട്. അതിനുള്ള CCTV കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഈ പെൺകുട്ടികളെ പിന്നെ എങ്ങനെയാണ് കൂട്ടി വന്നത്? അവിടുന്ന് ആരോ ഒരാൾ ഓട്ടോ കിട്ടി. എനിക്ക് പോലീസൊന്നും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓട്ടോ കിട്ടി. ഓട്ടോയിൽ നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. എന്നിട്ട് പോലീസ് പറയുന്നത് ഞാൻ കീ കൊടുത്തില്ലെന്നാണ്. എന്നെ ഇവർ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് എൻ്റെ കീ എവിടെയോ വീണിട്ടുണ്ടായിരുന്നു. ആ കീ ആരോ എൻ്റെ ഒരു ഫ്രണ്ട് അവിടുന്ന് കണ്ടിട്ട് ആ കീ പറക്കി എടുത്തിട്ടാണ് പിന്നെ വണ്ടി എടുത്തിട്ട് വരുന്നത് അവിടുന്ന്. അപ്പോൾ നിങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ പിടിച്ച് ആരിക്കാട് ടോൾ ബൂത്തിൽ എത്തുന്നത് വരെ നിങ്ങളുടെ സിസ്റ്റേഴ്സ് അവിടെ ഉണ്ട്? അവിടെ ഉണ്ട്. ഒരു ഇതില്ല, റോഡ് സൈഡ് തന്നെയാണ് ഉള്ളത്. ഒരു ഇതും പോലീസുകാർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വണ്ടീനെ തന്നെ അവർ തള്ളിക്കൊണ്ടുപോയിട്ട് സൈഡിലിട്ടത്. ഹാൻഡ് ലോക്ക് ആയിട്ടുണ്ടാവും. ഹാൻഡ് ലോക്ക് തന്നെ അവർ കൊണ്ടുപോയി സൈഡിലിട്ടതാണ്. അതാണ് അവസാനം ഈ വലിയ ഒരു ഗതാഗത കുരുക്ക് അവിടെ ഉണ്ടായി. ആ ഗതാഗത കുരുക്കാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നോ തുടക്കത്തിൽ? ഇല്ല, തുടക്കത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പ്രോബ്ലം ഉണ്ടാക്കണമെന്ന് വെച്ച് സംസാരിച്ചതൊന്നുമല്ല. ഞാൻ സംസാരിക്കുന്നത് എൻ്റെ വേർഷന് ക്ലിയറായിട്ട് കേൾക്കണമെന്നുള്ളതില്ല ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ കൺസേൺസ് പോലീസ് അഡ്രസ്സ് ചെയ്യുന്നേ ഇല്ല. പോലീസ് പറയുന്ന ഒരു ഗുണ്ടായിസം സ്റ്റൈല, ഒരു ആറ്റിറ്റ്യൂഡിലാണ്, നീ ആരാ, നീ എടുത്ത് പോടാ വണ്ടി എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഒരു ഗുണ്ടാരാജ് തന്നെ, ആ ഒരു പോലീസ് രാജ് തന്നെ പോലെയാണ് സംസാരിക്കുന്നത്. ആ CI ആണെങ്കിൽ അത്രക്കും ഒരു, നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, CI അത്രക്കൊരു ബലമായിട്ടുള്ള ഒരാളാണ്. എന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോയതാണ് ചെയ്തത്. ആ കൊണ്ടുപോകുന്ന സമയത്താണ് എനിക്ക് പരിക്കൊക്കെ പറ്റിയിട്ടുള്ളത്. ഈ പോലീസ് നടപടിക്കെതിരെ നിങ്ങൾ ആർക്കെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ട്? ഞാൻ ഇപ്പോൾ SP-ക്കും പിന്നെ DGPക്ക്, CMO, ബാക്കിയുള്ള മനുഷ്യാവകാശ കമ്മീഷന്, ചൈൽഡ് പ്രൊട്ടക്ഷൻ അവർക്കൊക്കെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ SP എന്തെങ്കിലും സംസാരിച്ചിരുന്നോ, അല്ലെങ്കിൽ നേരിട്ട് SP കാണാൻ പറ്റിയോ? ഇല്ല, SP-നെ കാണാൻ പറ്റിയിട്ടില്ല. കംപ്ലയിൻറ്റ് ഇപ്പോൾ കൊടുത്തിട്ടാണ് വരുന്നുള്ളത്. ഇതിലെന്തെങ്കിലും നടപടി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട്? നടപടി ഉണ്ടാവണം എന്നാണ് ആശിക്കുന്നത് ഞാൻ. കാരണം ഇങ്ങനെ ഒരു അവസ്ഥ ആയിരിക്കും ഉണ്ടാകാൻ പാടില്ല. കാരണം എൻ്റെ ഫാമിലീൻ്റെ മുമ്പ് നിന്നാണ് എന്നെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്നത്. അതും ചെറിയൊരു കുട്ടിയാണ്. കുട്ടീൻ്റെ ആ ഒരു മാനസികാവസ്ഥ പോലും മനസ്സിലാക്കാതെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചത് ടോൾ ഫാസ്ടാഗ് മുഖേന ആദ്യം തന്നെ എടുത്തു. അങ്ങനെ എടുത്തതിന് ശേഷം ആണ് ഇവരുടെ ഈ ടോൾ ബാർ ഇവരുടെ വാഹനത്തിന് മുകളിലേക്ക് വീണത്. അതാണ് ഇന്നലെ സംസാരത്തിന് ഇടയാക്കിയത്. പക്ഷേ സംഭവം എന്താണ് എന്ന് പോലും ആലോചിക്കാതെ, അത് അറിയാൻ ശ്രമിക്കാതെ പോലീസ് തൂക്കിയെടുത്ത് കൊണ്ടുപോയി സ്റ്റേഷനിൽ കുറേ ഏറെ സമയം, 1.5 മണിക്കൂറോളം സ്റ്റേഷനിലിരുത്തി. അത്രയും സമയം 2 പെൺകുട്ടികൾ ടോളിൻ്റെ പരിസരത്ത് തനിച്ചായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും DGPക്കും ജില്ലാ പോലീസ് മേധാവിക്കുമൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. ഈ പോലീസിനെതിരെ കടുത്ത നടപടി ഉണ്ടാവും എന്ന ഒരു വിശ്വാസത്തിലാണ് ഈ കുടുംബമുള്ളത്. ഷഫീഖ് നസ്രുള്ള, മീഡിയ 1, കാസർഗോഡ്.